പിങ്ക് പെറ്റൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പച്ചമുന്തിരി ഉപയോഗിച്ചിട്ട് 2 റെസിപ്പിയാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. ഭയങ്കര പുളിയായതുകൊണ്ട് ഇത് അങ്ങനെ തന്നെ കഴിക്കാൻ നമുക്ക് പറ്റുന്നില്ലായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ 2 റെസിപ്പി ട്രൈ ചെയ്തത്. ഇത് കുറച്ച് പേർക്കൊക്കെ അറിയാമെങ്കിലും അറിയാത്തവർക്കായിട്ട് ഞാൻ ഷെയർ ചെയ്യുകയാണ്. പച്ചമുന്തിരി കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി ജ്യൂസും പിന്നെ ഇതേ മുന്തിരി കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ അച്ചാറിൻ്റെ റെസിപ്പിയുമാണ് ഈ വീഡിയോയിൽ കൂടി ഞാൻ കാണിക്കുന്നത്. ഈ 2 റെസിപ്പികൾ ഞാൻ എങ്ങനെയാണ് തയ്യാറാക്കിയതെന്നറിയാൻ ഈ വീഡിയോ കണ്ടു നോക്കിക്കോളൂ. മുന്തിരി വാങ്ങിയാൽ ചെറുതായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് മാത്രം ആരും കഴിക്കരുത്. ഇതൊരു വലിയ പാത്രത്തിലെടുത്ത് നിറച്ച് വെള്ളം ഒഴിച്ച് വയ്ക്കുക. കുറഞ്ഞതൊരു 3 മണിക്കൂറെങ്കിലും അങ്ങനെ തന്നെ വെച്ചിട്ട് പിന്നീട് നന്നായിട്ട് വാഷ് ചെയ്ത് ഉപയോഗിക്കുക. അങ്ങനെ വാഷ് ചെയ്തിട്ട് ഞെട്ടെല്ലാം കളഞ്ഞ് മുന്തിരി ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പച്ചമുന്തിരി ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടാണ് ഞാൻ ജ്യൂസ് അടിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതായത് മുന്തിരിയുടെ മേലെ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ജ്യൂസ് അടിക്കുമ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. എന്നാലും ഇങ്ങനെ തിളപ്പിക്കുമ്പോൾ പഞ്ചസാര ചേർത്താൽ ജ്യൂസ് അടിക്കുമ്പോൾ നല്ല ഒരു തിക്കായി കിട്ടും. ഇനി ഇത് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്റ്റവ് വെച്ച് കൊടുക്കാം. നന്നായി ഒന്ന് വെട്ടി തിളച്ചാൽ മാത്രം മതി. കൂടുതൽ നേരം ഇട്ടങ്ങ് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മുന്തിരി ഇപ്പോൾ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് വെട്ടി തിളയ്ക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. മുന്തിരി പച്ചയ്ക്ക് ജ്യൂസ് അടിച്ച് കുടിക്കുമ്പോൾ അതിൻ്റെ തൊലി ചിലർക്കൊരു ചൊറിച്ചിലുണ്ടാക്കും. നമ്മളിങ്ങനെ തിളപ്പിച്ചെടുത്തിട്ട് ജ്യൂസ് അടിച്ചാൽ ആ ഒരു പ്രശ്നം നമുക്കില്ലാതായി കിട്ടും. മുന്തിരി ഇപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓഫാക്കിയിട്ട് ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് വയ്ക്കാം. തിളപ്പിച്ചിട്ട് ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചിരുന്ന മുന്തിരി ഇപ്പോൾ തണുത്തൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ജ്യൂസ് അടിക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മിക്സിയുടെ ജ്യൂസർ ജാറിലേക്ക് ഇത് മാറ്റി കൊടുക്കുകയാണ്. ഉടനെ തന്നെ ജ്യൂസ് അടിക്കുന്നില്ലെങ്കിൽ ഇതിങ്ങനെ തന്നെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി. ആവശ്യം എപ്പോഴാണെന്ന് വെച്ചാൽ അന്നേരം ജ്യൂസ് അടിച്ചെടുത്താൽ മതി. ജ്യൂസ് അടിക്കുമ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കുക. പുളി കൂടുതലാണെങ്കിൽ ആവശ്യത്തിന് വെള്ളവും പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കുക. മുന്തിരി നന്നായിട്ട് അടിച്ചെടുത്ത് നല്ല തിക്ക് ജ്യൂസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഭംഗിയുള്ള ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് സെർവ് ചെയ്യാം. തിളപ്പിച്ച് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജ് വയ്ക്കുന്നതിന് മുന്നായിട്ട് തന്നെ ഞാൻ ജ്യൂസ് അടിച്ചതുകൊണ്ട് ഞാനതിലേക്ക് തണുപ്പിനാവശ്യമായ ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഞാൻ ഈ ഗ്ലാസ്സിലേക്ക് ഒരു 2-3 ഐസ് ക്യൂബും കൂടി ഇട്ട് കൊടുത്തു. മുന്തിരി കൊണ്ട് തയ്യാറാക്കിയ ഈ ജ്യൂസ് സൂപ്പർ ടേസ്റ്റാണ്. ഇതുവരെ ഇങ്ങനെ ചെയ്തിട്ടില്ലാത്തവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത റെസിപ്പി ഇതേ മുന്തിരി കൊണ്ട് തയ്യാറാക്കുന്ന അച്ചാറാണ്. അതിന് വേണ്ടിയിട്ട് ഞെട്ടെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയെടുത്ത മുന്തിരി 2 കഷ്ണമായിട്ടൊന്ന് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. അച്ചാറിന് കുറച്ച് എണ്ണ അധികമായിട്ട് വേണ്ടതുകൊണ്ട് അതിനനുസരിച്ച് തന്നെ കൂടുതൽ എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് അല്പം കടുക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നീട് അല്പം ഉലുവ കൂടി ഇട്ട് കൊടുക്കുക. ഉലുവയും കടുകും ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ ചതച്ചെടുത്ത വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. പിന്നീട് ചെറുതായിട്ട് കൊത്തിയരിഞ്ഞെടുത്ത ഇഞ്ചിയും ചേർക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്ത് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി ഞാനിതിലേക്ക് കുറച്ച് പച്ച കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. പച്ചക്കുരുമുളകിൻ്റെ സീസൺ ആയതുകൊണ്ട് ഞാനൊരു വെറൈറ്റി ആവട്ടെ എന്ന് വെച്ചിട്ട് കുറച്ച് ചേർത്തതാണ്. ചെമ്മീനും മീനും ഒക്കെ അച്ചാറിടുമ്പോൾ പച്ചക്കുരുമുളക് കൂടി ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. ഇനി ഞാനിതിലേക്ക് കുറച്ച് കിസ്മിസ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അതും ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി.
നമ്മൾ ചേർത്ത കിസ്മിസ് ഒന്ന് വീർത്ത് വരുന്നത് വരെ നന്നായിട്ട് ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കാം. കിസ്മിസ് ഇപ്പോൾ പാകമായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുകയാണ്. അത് ഒരു കളറിന് വേണ്ടിയിട്ട് ചേർത്തതാണ്. താല്പര്യമില്ലെങ്കിൽ അച്ചാർ പൊടി മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നീട് ഒരു 4 ടേബിൾ സ്പൂണോളം അച്ചാർ പൊടിയും ചേർക്കുന്നുണ്ട്. പൊടി അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം. ഇനി ഈ പൊടികളെല്ലാം കൂടി കരിഞ്ഞു പോകാതെ ചെറിയ തീയിൽ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്ത് മൂപ്പിച്ചെടുക്കാം. പൊടികളിപ്പോൾ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഞാൻ ചേർത്തു. അത്ര ലൂസ് ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ 1/4 കപ്പ് വെള്ളം ചേർത്താൽ മതി. പിന്നീട് 1 ടേബിൾ സ്പൂൺ വിനാഗിരി ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. മുന്തിരി നല്ല പുളിയുള്ളത് കൊണ്ടാണ് ഞാൻ കുറച്ച് മാത്രം വിനാഗിരി ചേർത്തത്. ഇനി ഇതൊന്ന് തിളച്ച് തുടങ്ങുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മുന്തിരി അതിലേക്ക് ചേർക്കാം. അച്ചാറിനാവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അതിന് വേണ്ടിയിട്ട് തീ അല്പം കൂട്ടി വെച്ച് കൊടുക്കാം. മുന്തിരി അച്ചാർ ഇപ്പോൾ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂണോളം ചീകിയെടുത്ത ശർക്കരയാണ്. ചെറിയൊരു മധുരം അച്ചാറിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ ബിരിയാണിയുടെ കൂടെയൊക്കെ അച്ചാർ കൂട്ടുമ്പോൾ ചെറിയൊരു മധുരം ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കുമല്ലോ. തിളച്ചപ്പോൾ മുന്തിരിയിൽ നിന്നും വെള്ളം ഇറങ്ങിയത് കൊണ്ടാവാം അച്ചാറിന് അല്പം ലൂസ് കൂടിപ്പോയതായി തോന്നുന്നു. നിങ്ങൾ വെള്ളം ചേർക്കുമ്പോൾ 1/2 കപ്പ് വെള്ളം അതുകൊണ്ട് ചേർക്കേണ്ടതില്ല. അച്ചാർ നന്നായി ചൂടാറി വന്നതിന് ശേഷം നമുക്കിത് കഴുകി ഉണക്കി വെച്ചിരിക്കുന്ന കുപ്പിയിൽ ഇട്ട് കൊടുക്കാം. മുന്തിരി ഉപയോഗിച്ച് തയ്യാറാക്കിയ ജ്യൂസും ഈ അച്ചാറും രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പച്ചമുന്തിരി കിട്ടുമ്പോൾ പുളിയൊക്കെ ആണെങ്കിൽ അത് വെറുതെ പാഴാക്കി കളയാതെ ഇങ്ങനെയൊക്കെയുള്ള റെസിപ്പികൾ ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ച സാധനം നമുക്ക് വെറുതെ വേസ്റ്റാക്കി കളഞ്ഞെന്ന വിഷമം വരില്ലല്ലോ. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.